ഹലോ എവ്രി വൺ, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത്, നിങ്ങളെ റിജക്റ്റ് ചെയ്ത അല്ലെങ്കിൽ നിങ്ങളെ വേണ്ട എന്ന് പറഞ്ഞ ഒരു വ്യക്തി പിന്നീട് എപ്പോഴെങ്കിലും നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വന്നിട്ടുണ്ടോ? അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ക്വാളിറ്റി ഉണ്ടായിരിക്കും. ഇനി പറയാൻ പോകുന്ന ഈ 4 ക്വാളിറ്റീസ് നിങ്ങളുടെ ഭാഗത്തുനിന്നും പ്രകടമാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ റിജക്ട് ചെയ്ത ഒരു വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരും. അപ്പൊ എന്തൊക്കെയാണ് ആ ക്വാളിറ്റീസ് എന്നുള്ളത് നോക്കാം. ഒന്ന്, നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. പലപ്പോഴും നമ്മളെ റിജക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ ആയിക്കൊള്ളട്ടെ നമ്മുടെ ആയിക്കൊള്ളട്ടെ മിസ്റ്റേക്ക് കാരണം ഒരു റിലേഷൻഷിപ്പ് പാതി വഴിയിൽ ബ്രേക്ക് ഡൗൺ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒക്കെ നമുക്ക് ആ കാര്യം ഫോർഗീവ് ചെയ്യാൻ സാധിക്കണം. ഫോർഗീവ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് മൂവ് ഓൺ ചെയ്യാൻ സാധിക്കുള്ളൂ. സോ അത്തരത്തിൽ ആ ഇൻസിഡന്റ് എന്തോ ആയിക്കൊള്ളട്ടെ അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പിൽ ബ്രേക്ക് സംഭവിച്ചത് എന്തുകൊണ്ടോ ആയിക്കൊള്ളട്ടെ, ആ കാര്യങ്ങളെയൊക്കെ നിങ്ങൾക്ക് ലെറ്റ് ഗോ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ലെറ്റ് ഗോ ചെയ്തുകൊണ്ട് നിങ്ങളുടെ ലൈഫുമായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നുണ്ടെങ്കിൽ അതാണ് ഒന്നാമത്തെ ഒരു ക്വാളിറ്റി. അവരെ പുറകെ പോയി ചേസ് ചെയ്യുന്നില്ല, അവരുടെ പുറകെ പോയി ബെഗ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ലൈഫിലേക്ക് തിരികെ വരണം, അല്ലെങ്കിൽ വരേണ്ട കാര്യമുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ അത്രയും വർത്ത് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് എന്നുള്ളതൊക്കെ അവരുടെ പുറകെ പോയി നിങ്ങൾ പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നില്ല. സോ ഇത്തരത്തിലുള്ള യാതൊരുവിധ കാര്യവും ചെയ്യാതെ നിങ്ങൾ വളരെ മെച്ചുവേർഡ് ആയിക്കൊണ്ട് ലെറ്റ് ഗോ ആണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതാണ് ഒന്നാമത്തെ ഒരു ക്വാളിറ്റി. ആ വ്യക്തിക്ക് നിങ്ങളിലേക്ക് തിരികെ വരണം എന്നുള്ളൊരു തോന്നൽ ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാമത്തെ ഒരു ക്വാളിറ്റി ഇത് തന്നെയാണ്. ഇനി രണ്ടാമത്തെ പോയിന്റിന് മുൻപായി, നിങ്ങളെ ഇഷ്ടപ്പെടുന്ന വ്യക്തി നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കി തിരികെ വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളെ ചേസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ സാധിക്കുന്ന ഒരു ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്കാണ് അഫർമേഷൻ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത്. സോ ചേസിങ് അഫർമേഷൻ വേണ്ട ആളുകൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ജസ്റ്റ് വാട്സപ്പ് ചെയ്യുക. ചേസിങ് അഫർമേഷൻ എന്നുള്ളത് അഫർമേഷൻ അയച്ചു തരുന്നതാണ്. അഫർമേഷൻ ഒരു 21 ഡേയ്സ് എങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഇനി രണ്ടാമത്തെ ഒരു ക്വാളിറ്റിയാണ് നിങ്ങൾ നിങ്ങളിൽ തന്നെ വർക്ക് ചെയ്യാൻ തുടങ്ങി എന്നുള്ളത്. റിലേഷൻഷിപ്പ് എന്നുള്ള ഒരു പാർട്ട് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ബാക്കി പല കാര്യങ്ങളും ഉണ്ടായിരിക്കും ലൈഫിൽ. സോ അങ്ങനെ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുകയും ആ ഒരു കോൺസെൻട്രേഷൻ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ കൊടുക്കുന്നത് വഴി ഒരു സക്സസ്, ഒരു വിജയം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാക്കിയെടുക്കാനും നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടായിരിക്കും. സോ ആ സക്സസ് കാണുന്ന സമയത്ത് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി സക്സസ് അല്ല എന്ന് വിചാരിക്കുക, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ വർക്ക് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് തന്നെ അത് വിസിബിൾ ആയിരിക്കും. സോ ഒരു വ്യക്തി നിങ്ങളെ റിജക്ട് ചെയ്തിട്ടുണ്ട്, ആ വ്യക്തി തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വരണം എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ കൂടുതൽ മെച്ചുവേർഡ് ആയി അല്ലെങ്കിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യണം എന്നുള്ളതാണ്. ആ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്ക് ആയ പോയിന്റിൽ സ്റ്റക്ക് ആവാതെ ക്രൈയിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്ന പെയിൻഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ബ്ലെയിം ചെയ്തുകൊണ്ടുള്ള ഇങ്ങനെയുള്ള പോസ്റ്റുകളും സ്റ്റോറീസും അല്ലെങ്കിൽ ആ ഒരു പോയിന്റിൽ തന്നെ സ്റ്റക്കായി നിൽക്കാതെ ലൈഫിൽ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്ന മറ്റു പല കാര്യങ്ങളും ഉണ്ടായിരിക്കും, അതിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. മൂന്നാമത്തെ ഒരു ക്വാളിറ്റിയാണ് സ്റ്റേ കാം. പലപ്പോഴും ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ നമുക്ക് കാമായിട്ടിരിക്കുക എന്ന് പറയുന്നത് ഏറ്റവും ടാസ്ക് ആയിട്ടുള്ള ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ നിങ്ങളെ ഒരു വ്യക്തി റിജക്ട് ചെയ്തു പോയി, എസ്പെഷ്യലി നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയായിരിക്കണം, എന്നിട്ടും നിങ്ങൾ ഡ്രാമ പ്ലേ ചെയ്യുന്നില്ല, മാനിപ്പുലേറ്റീവ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങൾ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി അല്ലെങ്കിൽ മറ്റുള്ള ആളുകളെയൊക്കെ ബ്ലെയിം ചെയ്തുകൊണ്ട് നിങ്ങൾ സ്വയം ജസ്റ്റിഫൈ ചെയ്യുന്നില്ല, ഇത്തരത്തിലുള്ള യാതൊരുവിധ പ്രവൃത്തികളും നിങ്ങളുടെ ഭാഗത്തുനിന്നും വരുന്നില്ല എങ്കിൽ ഇതാണ് നിങ്ങളുടെ ഭാഗത്തുനിന്നും കാണാൻ കഴിയുന്ന മറ്റൊരു മെച്ചുവേർഡ് ആയിട്ടുള്ള ഒരു ആക്ഷൻ. മാത്രമല്ല നിങ്ങളിലേക്ക് തിരികെ വരണം, നിങ്ങളൊരു ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു ക്വാളിറ്റി ഉണ്ട് എന്നുള്ളത് നിങ്ങളെ ഒഴിവാക്കി പോയ വ്യക്തിക്ക് അല്ലെങ്കിൽ നിങ്ങളെ റിജക്ട് ചെയ്ത വ്യക്തിക്ക് പോലും തോന്നണം എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ഒരു മെച്ചുവേർഡ് ആയിട്ടുള്ള ആക്ഷൻ നിങ്ങളുടെ ഭാഗത്തുനിന്ന് കാണാൻ സാധിക്കണം. അതിന് നിങ്ങൾക്ക് കാമായിട്ടിരിക്കാൻ സാധിക്കണം. സോ ഡ്രാമ പ്ലേ ചെയ്യാതെ അല്ലെങ്കിൽ ഒരു വിക്ടിം കാർഡ് എന്നുള്ള രീതിയിലുള്ള ആക്ഷൻസ് വരാതെ പരസ്പരം ബ്ലെയിം ചെയ്തുകൊണ്ട് സംസാരിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതെ കാമായിരിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതാണ് മറ്റൊരു ക്വാളിറ്റി. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ക്വാളിറ്റിയാണ് ആ വ്യക്തി ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് ഹാപ്പി ആകാൻ സാധിക്കുന്നുണ്ട്, നിങ്ങൾക്ക് സന്തോഷിക്കാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളത് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി മനസ്സിലാക്കുന്ന നിമിഷം അവരിൽ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാകും. ഇതെങ്ങനെ പോസിബിൾ ആകും, അല്ലെങ്കിൽ ഇതെങ്ങനെ സംഭവിച്ചു, അല്ലെങ്കിൽ അവർക്ക് എങ്ങനെയാണ് ഇത് കഴിയുന്നത് എന്നുള്ളൊരു ചോദ്യം അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ക്യൂരിയോസിറ്റി അവിടെ ലീവ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. ഇങ്ങനെ ആ വ്യക്തി ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് നിങ്ങളിൽ ഹാപ്പിനെസ് കണ്ടെത്താൻ സാധിക്കുന്നുണ്ട്, സന്തോഷം കണ്ടെത്താൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് ആയിട്ടാണ് നിങ്ങളിൽ അവർ കാണുക. മാത്രമല്ല നിങ്ങളൊരു ഹാപ്പി ആയിട്ടുള്ള പേഴ്സൺ ആണ്,
നിങ്ങൾ അതിന് മെച്യൂർഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്, നിങ്ങൾ അതിന് വാല്യൂഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് എന്നുള്ളത് അവർക്ക് മനസ്സിലാക്കാനും സാധിക്കും. ബിക്കോസ് നിങ്ങൾ സന്തോഷിക്കുന്ന സമയത്ത് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് തോന്നുന്ന ഒരു കാര്യം വളരെ ക്ലിങ്ങിയായി ബിഹേവ് ചെയ്യാതെ നിങ്ങൾ നിങ്ങളുടെ ലൈഫ് ജീവിക്കുന്നു അല്ലെങ്കിൽ ജീവിക്കാൻ നിങ്ങൾ തയ്യാറായി എന്നുള്ളതാണ് അതിൽ നിന്നും അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം. അത് നിങ്ങൾ ഏറ്റവും വലിയ, നിങ്ങൾ പറയാതെ തന്നെ ഒരു കാര്യവും ചെയ്യാതെ തന്നെ നിങ്ങളിലേക്ക് അത്രയും അട്രാക്ഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. സോ ക്വാളിറ്റീസ് നിങ്ങളിൽ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. ഉണ്ടെങ്കിൽ യെസ് എന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഏതെങ്കിലും രീതിയിലുള്ള ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ആ ഒരു ഇഷ്യൂ സോൾവ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സപ്പോർട്ടിന് വേണ്ടി ഞങ്ങളുടെ ടീം നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. എനിവേസ്, നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്